SRL-4D നമ്മൾ കണ്ടുപിടിക്കുന്നത് 2.0ക്ക് വേണ്ടിയാണ്. കാര്യം 2.0യുടെ സീക്വൻസുകളും അതിൻ്റെ കഥാ സിറ്റുവേഷനുകളും അത്തരത്തിലൊരു പുതിയൊരു എങ്ങനെ സൗണ്ട് പുതിയ തരത്തിൽ മൂവ് ചെയ്യിക്കാം എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ആ ഒരു സംഭവം ഉണ്ടായി വരുന്നത്. SRL-4D തന്നെ ഉണ്ടായി വരുന്നത്. ഒരു ത്രില്ലർ ജോണറിലുള്ള സിനിമ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരുപാട് സൗണ്ടൊക്കെ ഇട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന സിനിമയാണ് ഹൊറർ സിനിമ എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ അങ്ങനെയല്ല ഹൊറർ സിനിമ എന്ന് പറയുന്നത്. ഒരു ത്രില്ലർ ജോണറിലേക്ക് വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു സൗണ്ട്സ്കേപ്പിലൂടെ ആൾക്കാർക്കൊരു സഞ്ചാരം വേണം, ഓഡിയൻസിനൊരു സഞ്ചാരം വേണം. അങ്ങനെയാണ് ഇപ്പം ബ്ലെയർ വിച്ച് പ്രോജക്റ്റോ അല്ലെങ്കിൽ പാരനോർമൽ ആക്ടിവിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് സിനിമകൾ ചെയ്തിട്ടുണ്ടാകുന്നത്. നോർമൽ സിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡയലോഗ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ, ലൊക്കേഷനിൽ ഡയലോഗ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ, മറ്റൊന്നും അതിൻ്റെ ഭാഗമല്ല. പക്ഷേ സറൗണ്ടിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ എലിമെൻറ്റ്സുകളും എല്ലാ സൗണ്ട് ഇവൻറ്റുകളും ഈ ക്യാപ്ചറിൻ്റെ ഭാഗമാണ്. 360 ഡിഗ്രിയിലാണ് ഈ സൗണ്ട് മുഴുവൻ ക്യാപ്ചർ ചെയ്യുന്നത്. അതിപ്പോൾ എത്ര വലിയ സിനിമയായാലും എത്ര വലിയ സിനിമ ആൾക്കാരായാലും, അപ്പോൾ അത് തുടക്കക്കാരെന്നോ മറ്റൊന്നും നിർബന്ധമില്ല. അപ്പോൾ എത്ര വലിയ ആളായാലും ഒരു സൗണ്ടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് പൊതുവേ അറിവില്ലായ്മ ഉണ്ട്. ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? നന്നായിട്ട് കേൾക്കുന്ന എത്ര പേരുണ്ട്? അത് ഒരു സ്റ്റോറിയുടെ നരേഷനാക്കാൻ പര്യാപ്തതകൾ എത്ര പേരുണ്ട്? അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഒരു 50 mm ലെൻസ് അല്ലെങ്കിൽ 80 mm ലെൻസ് എന്താണ് ഇമേജിനെ മാറ്റുന്നതെന്ന് പറയാൻ കഴിയും. ഒരു ക്യാമറമാനോട് ഒരു ഡയറക്ടർ പറയും, എനിക്ക് നമുക്ക് 50 mm ലെൻസ് വെച്ച് എടുക്കാം ഈസി, അല്ലെങ്കിൽ 80 mm ലെൻസ് വെച്ച് എടുക്കാം ഈസി. പക്ഷേ അതേ അണ്ടർസ്റ്റാൻഡിങ് സൗണ്ടിനെ പറ്റി അവർക്കില്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂസിക് അല്ല, മ്യൂസിക് മാത്രമല്ല. സൗണ്ട് എന്ന് പറയുമ്പോൾ മ്യൂസിക് ആണെന്നൊരു ഉദാഹരണം. ഡയലോഗും മ്യൂസിക്കും അതല്ല സൗണ്ട്. അതിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. സൗണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം, അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടാകണം, നമ്മൾ കേൾക്കണം. അതായത് നമ്മുടെ മുഴുവൻ ലൈഫും ഗവേൺ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്ന സൗണ്ടുകളാണ്. അതിനെപ്പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്, ലൈഫിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങേ ഇല്ല. അപ്പോൾ ഒരു തുടക്കക്കാരന് മോശമായി സൗണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഡസൻറ്റ് സർപ്രൈസ് മീ.